കണ്ണൂർ, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി സർവകലാശാലകളിലേക്കും SFIയുടെ പ്രതിഷേധ മാർച്ച് ഇന്നുണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങളുമായി റിനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു, അത് അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായിട്ടാണല്ലോ SFI ഇന്ന് മറ്റ് സർവകലാശാലകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയത്. എല്ലായിടങ്ങളിലും സംഘർഷമുണ്ടായോ? സമാനതകളില്ലാത്തൊരു പ്രതിഷേധം, ഒപ്പം ഈ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത SFIയുടെ ഒരു സമര സംഘാടനം, ഇത് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനം, ഒപ്പം മറ്റ് സർവകലാശാല ആസ്ഥാനത്ത്, അതായത് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തും കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തും MG സർവകലാശാല ആസ്ഥാനത്തും നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. കണ്ണൂരിലും SFI വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. എന്തായാലും മതിലുകളെല്ലാം തന്നെ ചാടിക്കടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു. പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും കണ്ണൂരിലുണ്ടായി എന്നുള്ളതാണ്. പോലീസുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്കും അതുപോലെ തന്നെ ഉന്തും തള്ളലിലേക്കും പോകുന്ന ഒരു സാഹചര്യം. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കടന്ന് SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്നാൽ MG സർവകലാശാലയിലേക്ക് നടത്തിയ SFIയുടെ പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമസക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇവർ MG സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഗേറ്റ് ചാടി കടന്ന പ്രവർത്തകർ ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാനുള്ള ഗവർണറുടെ, ചാൻസലറുടെ ശ്രമം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് ഇവർ ഉയർത്തിയിരുന്നത്. ഒപ്പം കോഴിക്കോട് സർവകലാശാല ആസ്ഥാനത്ത് അല്പസമയം മുമ്പാണ് പ്രതിഷേധം അവസാനിച്ചത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തും ഉണ്ടായത് എന്നുള്ളതാണ്. SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കടന്ന SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ മുറിക്ക് മുന്നിലിരുന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പോലീസ് അവസാനം സിൻഡിക്കേറ്റ് അംഗങ്ങളുമായൊക്കെ തന്നെ നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു സമരം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. നമുക്കറിയാം, നാളെ പണിമുടക്കാണ്. ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റന്നാൾ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് SFI പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സർവകലാശാല ആസ്ഥാനത്തേക്ക് 11 മണിക്ക് വലിയ രീതിയിലുള്ള മാർച്ച് സംഘടിപ്പിക്കും. ഒപ്പം തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും SFI വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് മറ്റന്നാൾ 10-ന് സംഘടിപ്പിക്കുന്നു. ഏതായാലും SFI തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗവർണറുമായിട്ടുള്ള സമരമാണ് SFI നടത്തുന്നത് എന്നതാണ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇന്ന് ഇതുവരെ കാണാത്ത തരത്തിൽ സ്വഭാവത്തിലുമുള്ള പ്രതിഷേധമായിരുന്നു SFI ഉയർത്തിയത്. മറ്റ് സർവകലാശാലകളിലേക്കും SFIയുടെ മാർച്ച് നടന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഉമേഷ് ബാലകൃഷ്ണനും റിനുവും ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്.